പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നോയമ്പിൻ്റെ ഒന്നാം ഭാഗത്തിൽ നമ്മൾ നോയമ്പ് എന്താണ് എന്ന് അത് കേൾക്കുകയുണ്ടായി. നോയമ്പ് നമ്മളെ അതിൻ്റെ ആവശ്യകതയും പറഞ്ഞു തന്നു. എന്തുവാണ് അതിൻ്റെ ആവശ്യകത? നമുക്കൊക്കെ ഓരോ ദൈവിക പദ്ധതി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉള്ളതാണ്. ആ പദ്ധതി ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. കർത്താവിൽ വിശ്വസിച്ചവർക്ക് ആർക്കും അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒഴിഞ്ഞു മാറിയാൽ അവൻ കർത്താവിൻ്റെ കൂടെയല്ല. പിന്നെ ഇവിടെ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ അന്ധകാര ശക്തിയുടെ കൂടെയാണ്, സാത്താൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് ഓരോ ദൈവിക പദ്ധതി ഉദ്ദേശം കർത്താവിന് ഉണ്ട്, അത് നമുക്ക് തന്നിട്ടുണ്ട്, സാധിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നോയമ്പ് നോക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. നോമ്പും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ ഇത് പാരമ്പര്യമായിട്ട് ആദ്യകാലം മുതലേ ഉള്ളതാണ്. പഴയ നിയമത്തിലുമുണ്ട്, പിന്നെ ഇങ്ങോട്ട് പുതിയ നിയമത്തിലും ഉണ്ട്. കർത്താവ് യേശു തന്നെ നമുക്കതിന് മാതൃക തന്നു. നമ്മുടെ റോൾ മോഡൽ ഇതിന് എല്ലാത്തിനും തന്നെ, ഏത് കാര്യത്തിനും ഉള്ളത് യേശുവാണ്, അല്ലാതെ മറ്റാരുമല്ല. വിശുദ്ധരൊക്കെ ശരിയാണ്, വിശുദ്ധരൊക്കെ ഉണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ യേശുവാണ് റോൾ മോഡൽ. വിശുദ്ധരും അതിനുള്ള വഴികാട്ടികളാണ് നമ്മൾക്ക് എന്നുള്ളത് മനസ്സിലാക്കുക. അതേ പറഞ്ഞിരുന്നു. അപ്പോൾ നോമ്പ് എന്തിനാണ് കർത്താവ് അങ്ങനെ നോയമ്പ് നോക്കേണ്ടുന്ന കാര്യമുണ്ടോ? നമുക്ക് കർത്താവിന് അങ്ങനെ നോമ്പ് നോക്കേണ്ടുന്ന കാര്യം എന്തുവാണ്? നമ്മൾ എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയായിരിക്കണമെന്ന് കാണിക്കുന്നതിനുള്ള മോഡലാണ്. ഞാൻ പറഞ്ഞല്ലോ, റോൾ മോഡൽ. നമ്മുടെ മോഡൽ യേശു തന്നെയാണ്. അതിനുവേണ്ടിയാണ് ദൈവം കാണിച്ചത്. അല്ല ദൈവപുത്രൻ എന്ന് ദൈവം തന്നെയാണ് ദൈവപുത്രൻ. അപ്പോൾ ആ ദൈവപുത്രന് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ മനുഷ്യനായിട്ട് തീർന്നപ്പോൾ മനുഷ്യനായി തീർന്നതാണ് യേശു. അപ്പോൾ ആ മനുഷ്യനെന്നുള്ള കാര്യത്തിൽ എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടുന്നതിന്, ദൈവകാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ടുന്നതിന് നമ്മൾ നോമ്പും പ്രാർത്ഥനകളും ഉപവാസം വർജന ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനായിരിക്കുന്നതിനുള്ള നമ്മുടെ പ്രയത്നത്തിൻ്റെ ഒരു വഴിയാണ്, ഒരു ഭാവമാണത്, പ്രയത്നത്തിൻ്റെ. അപ്പോൾ അങ്ങനെ അപ്പം നോയമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് നോയമ്പുകാർ നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷയാണ്. അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നോയമ്പ് അത് ലൂക്കായുടെ സുവിശേഷത്തിലും അത് തന്നെ 4-ാം അധ്യായത്തിൽ തന്നെയാണ് ആദ്യമേ. അപ്പോൾ മരുഭൂമിയിൽ ഈ 40 ദിവസം നോയമ്പ് നോറ്റു. അവിടെ നമുക്ക് ഉള്ളതുപോലുള്ളതല്ലല്ലോ സാഹചര്യങ്ങൾ, അറിയാമല്ലോ. മോശയും ദൈവത്തോടു കൂടിയായിരുന്നപ്പോഴും ഏലിയ ദൈവത്തോടു കൂടിയായിരുന്നപ്പോൾ അവിടെ ഭക്ഷണപാനീയങ്ങളൊന്നുമില്ലാനുള്ള സാഹചര്യങ്ങളല്ല. അവർ ദൈവത്തോടു കൂടിയായിരുന്നു. മോശ മലയിലായിരുന്നു ദൈവത്തോടു കൂടെ, ദൈവവും അവിടെ. ഏലിയായി അവിടെ സ്വയം അവിടെ നോയമ്പ് നോക്കുകയായിരുന്നു. ദൈവത്തോടു കൂടിയായ ആത്മാവ് കൊണ്ട് ദൈവത്തോടു കൂടിയായിരുന്നു അവിടെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചുമായിട്ടിരിക്കുകയായിരുന്നു. യേശുവും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ വലിയ ഒരു ദൗത്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു യേശുവിന്. ഏറ്റവും വലിയ മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു അത് നിറവേറ്റുന്നതിന്. അപ്പം ദൈവ ദൗത്യത്തിന് നമ്മളെ എല്ലാവരെയും നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്ന ആ ദൗത്യ നിർവഹണം നമുക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് നോയമ്പ് നോക്കുക എന്നുള്ളത്. അല്ല, വെറും ചടങ്ങല്ല, വെറും ഒരു അനുഷ്ഠിപ്പല്ല, അത് അനുഷ്ഠാനമായി പോകരുത്. അത് ആത്മാർത്ഥതയുടെ ആത്മാവിൽ തന്നെ ആയിരിക്കണം, ആത്മാവിൽ തൊട്ടതായിരിക്കണം. അപ്പോൾ നമ്മുടെ നോയമ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയാം, നോമ്പ്
നോക്കുക എന്ന് പറഞ്ഞാൽ ആദ്യ പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞു, അതിനി ആവർത്തിക്കണ്ടല്ലോ. അത് മാത്രമല്ല, ഇനി നമ്മുടെ ആത്മാവിൽ തൊട്ട് നമ്മളുടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം അങ്ങനെ വേണം. കർത്താവ് നോയമ്പും നോറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം അത് ഉണ്ട്, ഭാവവും അതിൻ്റെ ഫലങ്ങളും എല്ലാം കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് കാട്ടിത്തരികയായിരുന്നു. അപ്പോൾ അതിൽ ഈ 4-ാം അധ്യായത്തിൽ 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. 2, 3 വാക്യങ്ങൾ. അപ്പോൾ അവന് 40 ദിവസം ഇതൊന്നുമില്ല, പാനീയങ്ങൾ ഒന്നുമില്ല നമ്മുടെ കൂട്ടല്ല. അപ്പോൾ അവൻ വിശന്നു. അത് കഴിഞ്ഞ് നൊയമ്പ് മാറി കഴിഞ്ഞപ്പോൾ ആത്മാവ് അതിന് ആ നോയമ്പ് അവസാനിപ്പിച്ചപ്പോൾ യേശുവിന് വിശന്നു. നമ്മളും അങ്ങനെയാണ്. നമുക്ക് ആണെങ്കിൽ എല്ലാം ഉണ്ട്, സൗകര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു സൗകര്യത്തിലാണ് നമ്മുടെ ജീവിതം. ഭൂമിയിൽ ഇല്ലാത്ത നമുക്ക് ഒരു മനുഷ്യന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതുമാണ്. ആവശ്യം ഇല്ലാത്തതും എല്ലാ മനുഷ്യരും ഉപയോഗിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ കർത്താവിന് വന്ന പോലെയല്ല, നമ്മൾക്ക് അത് കുറച്ചുകൂടെ നമ്മൾ പ്രയത്നത്തിലായിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ കഷ്ടമാണ്. മറ്റേ അവിടെ മരുഭൂമിയിലായിരുന്നപ്പോൾ അതിൻ്റെ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ദൈവത്തോടു കൂടി മാത്രമായിരിക്കണം. പക്ഷേ അത് അതുകൊണ്ട് നമുക്ക് കഴിവല്ല. ഞങ്ങൾക്ക് ആ സാഹചര്യമല്ല, ഞങ്ങൾക്കെല്ലാം ഉള്ള പ്രലോഭനത്തിനുള്ള സാഹചര്യമെല്ലാം ഉണ്ടെന്നുള്ളത് അല്ല ചിന്തിക്കേണ്ടുന്നത്. നമ്മളങ്ങനെ ആയിരുന്നെങ്കിൽ മരുഭൂമിയിൽ ഇട്ട് നമ്മളെ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത കിട്ടുമോ, ശാന്തത കിട്ടുമോ, സമാധാനമുണ്ടോ? ഒന്നുമില്ല. ഇതിനേക്കാളും വയലൻ്റാകും, പിശാചിനേക്കാളും വയലൻ്റായി പോകും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ടുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രയത്നിക്കണമെന്നാണ് പറഞ്ഞത്. ആത്മാവിൽ പ്രയത്നിക്കണം. നമ്മൾ ശരീരത്തിൻ്റെ പ്രവണതകളെ, പ്രലോഭനങ്ങളെ, ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്ത് ആത്മാവിൻ്റെ ആവശ്യങ്ങളെ അത് നമ്മൾ ത്വരീഭവിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ കൂടുതൽ അതിൽ പ്രേരണ കൊടുക്കണം. കൂടുതൽ നമ്മൾ തീഷ്ണത കാണിക്കണം, തീഷ്ണതയുള്ളവരായിരിക്കണം. അപ്പോൾ അതിന് ആണ് ഈ പ്രാർത്ഥനയും ധ്യാനവും ഇതൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്നത് എന്ന് മനസ്സിലാക്കണം. അല്ലാതെ അതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ യേശു ഈ 40 ദിവസം കഴിഞ്ഞാൽ വിശന്നു. അപ്പോൾ സാത്താന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഈ കല്ലുകൾ നിനക്ക് അപ്പമാകാൻ പറയുക, അപ്പോൾ നിനക്ക് ഭക്ഷിക്കാമല്ലോ. നീ വളരെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, വിശന്നിരിക്കുകയല്ലേ. നമ്മളോടും അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഉപവസിച്ച് അല്ലെങ്കിൽ വർജനയൊക്കെ ചെയ്ത് ആഹാരം വർജിച്ച്, അപ്പോൾ ഉപവസിക്കുന്ന പറയുന്നത് ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനാണ് കേട്ടോ. ആഹാരത്തിൽ നിന്ന് മാറി ഇരിക്കുക എന്നാൽ അതിന് ആഹാരം വർജിക്കുക, ആഹാരമില്ലാതാക്കുക, അപ്പം ഇല്ലാതെ കഴിയുക. അപ്പോൾ ഉപവസിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുന്നവന് ആഹാരം എന്ന് പറയും. നമ്മളിപ്പോൾ ഒരു നേരമോ അല്ലെങ്കിൽ ഒരു ദിവസമോ ചിലപ്പോൾ 2 നേരം ഇരുന്ന് അങ്ങനെ ആയെന്ന് വരും. ഈ 2 നമ്മൾ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നേ? നമ്മുടെ ശരീരത്തിൽ ക്ഷീണമുണ്ടാകും സാധാരണഗതിയിൽ. പക്ഷേ ആത്മാവിൽ ബലപ്പെട്ട ആൾക്ക്, ആത്മാവിൻ്റെ ചിന്തയിലായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സഹായമുണ്ട്. കാരണം അവൻ ദൈവത്തോടു കൂടിയായിരിക്കുന്നു. അല്ലാതെ ഇത് എനിക്ക് ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള വിചാരിച്ച് ആഹാരം വർദ്ധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയല്ല. ഉപവസിക്കും ദൈവത്തോടു കൂടി ആയിരിക്കുകയില്ല. അപ്പോൾ പകുതി മനസ്സിലൂടെ, പകുതി അവിടെയും പകുതി ഇവിടെയും ആയിരിക്കും. അപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ഉപവസിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് അവസാനം അത് കട്ട് ചെയ്യുമ്പോൾ അത് യേശുവിന് പറ്റിയ പോലെ, യേശുവിനുണ്ടായതുപോലുള്ള വിശപ്പും ക്ഷീണവും ദാഹവും ഒക്കെ നമുക്കും ഉണ്ടാകും. അപ്പോഴാണ് പ്രലോഭകൻ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഇത് അപ്പമാകാൻ കൽപ്പിക്കുക, അപ്പോൾ അവിടെ നിന്നൊക്കെ ഭക്ഷിക്കുക ആവശ്യത്തിന്. അപ്പം നമ്മൾക്ക് ഇതുപോലെയാണ് പ്രലോഭകൻ വരും. നമുക്ക് കഴിക്കേണ്ടാത്തത് കഴിക്കാൻ വരും, അമിതമായ ഭക്ഷണത്തിന് വരും. അപ്പോൾ നമുക്ക് പ്രലോഭനെ ജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ നോമ്പ് കുറ്റമറ്റതായിരിക്കണം, നമ്മുടെ ഉപവാസവും അതായിരിക്കണം. ഉപവാസം എന്ന് പറഞ്ഞു
കർത്താവിനോട് ദൈവത്തോടു കൂടിയായിരിക്കുക. അപ്പോൾ ഉപവാസം നമ്മൾ സാധാരണ ചെയ്യുന്ന ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണമില്ലാതിരിക്കുക എന്നുള്ളതാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം അതല്ല. ഉപവസിക്കുക, ദൈവത്തിൻ്റെയോടുകൂടി വസിക്കുക എന്നുള്ളതാണ്. മറ്റേ ആഹാരമില്ലാതെ വരുമ്പോൾ അത് നമുക്കതിനൊരു ശക്തി കിട്ടുന്നു, ദൈവത്തോടെയായിരിക്കും ആത്മാവിന് ശക്തി കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം വെടിഞ്ഞ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ കർത്താവിന് അപ്പോൾ സാത്താനെ ഇവിടെ ജയിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മളും അതുപോലെ നമ്മുടെ പ്രലോഭനങ്ങൾ, നമ്മൾ മറ്റു പല പ്രലോഭനങ്ങളും ഉണ്ടാകും. ആഹാരത്തിൻ്റെ കാര്യം മാത്രമല്ല. അപ്പോൾ നമ്മൾക്ക് അതുവരെ ടി വി കണ്ടില്ല. ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ സൗകര്യം അതാണല്ലോ. അങ്ങനെയുള്ളൊരു പെട്ടി വെച്ചിട്ടുണ്ട് സാത്താൻ്റെ. അപ്പം നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുമുണ്ട്, ഞാനും ഉണ്ട്, കാണും. പക്ഷേ നമ്മുടെ മനസ്സ് നിയന്ത്രിക്കണം. ഞാൻ സീരിയലുകളും കാര്യങ്ങളുമൊക്കെ കാണുമായിരുന്നു. എല്ലാം ഒന്നും അങ്ങനെ കുത്തിയിരുന്ന് കാണത്തില്ല, 1-2 അത് കാണുവാൻ ഏറ്റവും നല്ല ഒരു ഇതായിരുന്നു. അപ്പം വലിയ മറ്റു ഇച്ചിരി ഗുണപാഠങ്ങളുമൊക്കെ ഉള്ള, മറ്റൊന്നുമില്ലാത്ത മോശമായിട്ടുള്ള കാഴ്ചകളൊന്നും ഇല്ലാത്ത എല്ലാം കാണുമായിരുന്നു. പക്ഷേ എന്നേ ഞാൻ ബൈബിളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട അന്ന് മുതൽ ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളില്ല, കട്ട് ചെയ്തു. ആ സമയം കൊണ്ട് ഞാൻ പറയും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ, കടയിലായിരിക്കുമ്പോൾ അത് വേദപുസ്തകം എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ശാലോമിലും ഗുഡ്നസ്സിലും ഒക്കെ എന്തെങ്കിലും ഇപ്പോൾ ഇതുണ്ടെങ്കിൽ പ്രബോധനങ്ങൾ, ധ്യാന ചിന്തകളോ ധ്യാന പ്രസംഗങ്ങളോ ആരാധനകളോ ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മനസ്സ് വെച്ച് നമ്മൾക്കിത് വരും. അപ്പോൾ നൊയമ്പും നോക്കി ഉപവസിച്ചിട്ട് വൈകിട്ട് ഈ സാത്താൻ്റെ പെട്ടിയും വെച്ചും കൊണ്ട് നമ്മൾ ഇരുന്നാൽ, അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തയല്ല അതിൽ കാണുന്നതെങ്കിൽ അത് സാത്താൻ്റെ പെട്ടിയാണ്. ദൈവത്തിൻ്റെ ചിന്തയാണെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടിയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു കാര്യം അത് നന്മയായത് മാത്രമാക്കണമെങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ചാണ്. ഇപ്പോൾ ഒരു കത്തി നമ്മൾക്കെടുക്കുന്നു, നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ആഹാര ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കാനും മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ നന്മയ്ക്കായിട്ട് എന്തെങ്കിലും നന്മ പ്രവർത്തികൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ കത്തി നല്ലതാണ്, ആവശ്യമാണ്. അതേസമയം മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് കത്തി ഉപയോഗിക്കുന്നതെങ്കിലോ അത് ദോഷമാണ്, അത് സാത്താൻ്റെ വകയാണ്, അത് ദൈവത്തിൻ്റെ വകയല്ല. മറ്റേ ദൈവം നമുക്ക് തന്ന വകയാണ് കത്തി എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ടി വിയുടെ കാര്യം പറഞ്ഞത്, ദൈവത്തിൻ്റെ കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് ഉപയോഗിക്കുമ്പോൾ അത് മറ്റവൻ്റെ കാര്യത്തിന് ഉള്ളതും കൂടെ ആയി പോകരുത്. അതിൽ നല്ല കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, അത് ഞാൻ ഒന്നും പറയത്തില്ല, അത് കാണണം. അതൊക്കെ കാണാവുന്നവർ കാണും. ഒരു മനസ്സിനൊരു സന്തോഷം അങ്ങനെ കിട്ടുന്നെങ്കിൽ റിലാക്സ് ഉണ്ടാകട്ടെ. അത് പക്ഷേ അതാണ് സന്തോഷം. എൻ്റെ സന്തോഷം അതേ ഉള്ളെന്ന് വിചാരിക്കരുത്. ഇടയ്ക്കൊന്നും കാണുന്നതിന് കുഴപ്പമില്ല. വാർത്തകൾ കാണും. ഞാനും ചിലപ്പോൾ അത്യാവശ്യം ചിലപ്പോഴൊക്കെ ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ വാർത്തകളൊക്കെ കാണും. അങ്ങനെയൊക്കെ ചെയ്യും. അത് നമുക്ക് ആവശ്യമാണ്, അതറിയണം. ലോകം എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണെന്ന് അറിയണം. എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകം അവസാനിക്കത്തില്ല നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. അതൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണമല്ലോ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അവിടെ കർത്താവ് ആയിരുന്നു വിശന്നും, അതുപോലെ പ്രലോഭകൻ വന്ന് പറഞ്ഞു, ആ വിശപ്പ് മുതലെടുക്കാൻ നോക്കി. നമ്മളെയും കൂടെ ഇതുപോലെയാണ് നമ്മളോടും ചെയ്യുന്നത്. അപ്പോൾ കർത്താവിനത് ജയിക്കാൻ പറ്റിയതുപോലെ നമുക്ക് ജയിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ നോമ്പ് അന്നത്തെ കുറ്റമറ്റതായിരിക്കണം അതുവരെ ഉള്ളത്. ഇവിടെ ആദ്യം വന്ന നോമ്പ് തോറ്റ ആദ്യത്തെ ഒരാളുണ്ട്. ആരാ? നമ്മുടെ വലിയപ്പച്ചൻ. ആദാമപ്പച്ചൻ എന്തുവാ ചെയ്തേ? അന്ന് തോറ്റു. അമ്മച്ചി കൊണ്ടുവന്ന് കൊടുത്ത് അത് സാത്താൻ്റെ പ്രലോഭനത്തിൽ അങ്ങ് വീണ് കൊള്ളാം കാഴ്ച. ഇതുപോലെ നമ്മുടെ അടുത്തും ഇതുപോലെ വന്ന് പറയും നോയമ്പ് കഴിയുമ്പോഴും. ദൈവം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ ടി വി കാണരുതെന്ന് പറഞ്ഞോ, ഈ പടം കാണരുതെന്ന് പറഞ്ഞോ, ദൈവം ഇതൊന്നും അല്ല, ബൈബിൾ എടുക്കുക, ബൈബിളിലുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കും. അപ്പോൾ നമുക്കില്ല. അപ്പോൾ നമ്മളും ചിന്തിക്കും, ശരിയാണ്, ഹവ്വായി ചിന്തിച്ച് പോലെ നല്ല കാഴ്ചയിൽ കൗതുകമാണ്, കാണാൻ കൊള്ളാം, അല്ല മനസ്സിനൊരു സന്തോഷമാണ്, ഒരു റിലാക്സ് കിട്ടും, മറ്റുള്ള ഇത് ഒന്നുമില്ല, കൊള്ളാം, ഒരു സന്തോഷത്തിന് ഉന്മേഷമൊക്കെ ഉണ്ടാകും. വയ്ക്കുക എന്നോട് വെച്ച് കാണുക എന്നുള്ളത്. അതാണ് സാത്താൻ അവിടെ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയുള്ളതല്ല കാണേണ്ടുന്നത്. ഹവ്വായും ആദമും അതിൽ തോറ്റും, ആ പ്രലോഭനത്തിൽ. അതുപോലെ നമ്മൾക്ക് വരരുത്. ഇവിടെ യേശു അപ്പോൾ
4-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നില്ലേ? ഓരോ വചനവും കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന്. അപ്പോൾ അത് നമ്മൾ ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ ഇതിപ്പോൾ പ്രസംഗങ്ങളും ധ്യാന ചിന്തകളൊക്കെ തരുന്നതുകൊണ്ട് അത് ഒരു പ്രസംഗമാണോ ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ മീറ്റിങ്ങുകൾ അങ്ങനെ പ്രാർത്ഥനകളൊക്കെ വയ്ക്കുന്നുണ്ട് നോയമ്പ് കാലത്ത് പലയിടത്തും. വലിയ ആഘോഷമായിട്ട് തന്നെ വയ്ക്കുന്നുണ്ട്. മൈക്കും ബഹളവും ഗാന ശുശ്രൂഷകളും എല്ലാമായിട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ചെയ്യുന്ന നമ്മൾ മറ്റ് കാര്യങ്ങൾ അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുമുണ്ട് ബന്ധപ്പെട്ടവരോടൊക്കെ. കാരണം കഥകൾ പറഞ്ഞ് ആ മനുഷ്യരെ കയ്യിലെടുത്ത് അവരെ ആസ്വദിപ്പിക്കുക, അവരുടെ അങ്ങനെ അവരെ മറ്റൊരു തലത്തിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും അത്. അങ്ങനെ ചെയ്യരുത്. കഥകൾ പറഞ്ഞു കൊടുക്കുക. അത് ബൈബിളിലുള്ള കഥകളല്ല, അത് പലതും അവരുപയോഗിക്കുന്നുണ്ട്. ലോകത്തിലുള്ള പലതും മറ്റ് പുരാണങ്ങളിലെ പലതുമൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. അത് ധ്യാനപ്രസംഗമല്ല, അത് നോയമ്പ് കാലത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുമല്ല. തമാശ പറയാൻ വല്ലതും ചുമ്മാ ഇരിക്കുമ്പോൾ നേരം പോക്കിന് വല്ലതും പറയുന്നതാണ് അതൊക്കെ. അങ്ങനെ ചെയ്യരുത്. ഇവിടെ വചനം കൊണ്ടാണ് ജയിക്കേണ്ടുന്നത്, ആ വചനം കൊണ്ടാണ് ജീവിക്കേണ്ടുന്നത്. ആ നോയമ്പ് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഈ 40 ദിവസവും ഈ 50 ദിവസവും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന വചനം കൊണ്ടാണ്, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. തെറ്റിദ്ധരിച്ച് ചെയ്യുന്നത് അതൊക്കെ അങ്ങനെയൊന്നും മനുഷ്യരെ കയ്യിലെടുക്കാൻ ചെയ്യുന്നത് അത്. അല്ല, അതിൻ്റെ അർത്ഥതലങ്ങളൊക്കെ മനസ്സിലാക്കിയവർ ആ ഗുരു ധ്യാന ഗുരുവാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കഥകൾ പറയേണ്ടുന്ന ആവശ്യമൊന്നുമില്ല. ഇവിടെ എല്ലാം ഉണ്ട് ഈ പുസ്തകത്തിൽ, ഇല്ലാത്തതൊന്നുമല്ല ദൈവം തന്നിരിക്കുന്നത്. നമുക്ക് നിയമാവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും കൊണ്ടാണെന്ന്, അവിടുത്തെ അധരങ്ങളിൽ നിന്ന്. അത് അവിടുന്ന് പറയുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ വിശക്കാൻ വിട്ടു, നിങ്ങളെ എളിമപ്പെടുത്തി മറ്റുള്ളവരുടെ മുൻപിൽ. നിങ്ങൾ എളിമയുള്ളവരാകേണ്ടി വന്നു, നിങ്ങൾ എളിമപ്പെട്ടു. കാരണം വിശന്ന് വലഞ്ഞപ്പോൾ നിങ്ങളെ വലിയ പൊണ്ണക്കാര്യങ്ങളൊക്കെ അങ്ങ് മാറി. അതൊക്കെ ദൈവം വരുത്തിയാണ്. എന്നിട്ട് പറയും, എന്തിനാണ് ഇത് ചെയ്യുന്നത് പറയുന്നു, കർത്താവിൻ്റെ നിങ്ങളെ എളിമപ്പെടുത്തിയ കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിയമാവർത്തനം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു കർത്താവ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിത് നിശ്ചയിച്ച് തന്നതും അതിനാണ്. യേശു ആ മാതൃക കാണിച്ചു തന്നത് അതിനാണ്. കർത്താവിൻ്റെ വചനം കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന മറ്റ് കാര്യങ്ങൾക്കെല്ലാം, ലോക ഇമ്പങ്ങൾക്കെല്ലാം നമ്മൾ ബാക്കിയുള്ള സമയങ്ങൾ ഇത്രയും 365 ദിവസങ്ങളിൽ ബാക്കി അത്രയും ദിവസങ്ങൾ ഈ 50 ദിവസവും അല്ലാതുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ ശബത്ത് ശനിയാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വരെ അത് ആചരിക്കുന്നു. അത് ആചരിക്കാത്തവരുമുണ്ട്. അല്ല, ഞാൻ ആചരിക്കുന്നു പറഞ്ഞാൽ നമുക്കൊക്കെ നേരിട്ട് അറിയാമല്ലോ ഓരോരുത്തർ. അപ്പം ആചരിക്കുന്ന അല്ലാത്ത ദിവസങ്ങളൊക്കെ ഇത് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ സ്വന്തം കാര്യമെന്ന് പറയാൻ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പഠനവും കാര്യങ്ങളും അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ അത്യാവശ്യമാണ്, ചെയ്യേണ്ടതാണ്. പക്ഷേ ഉള്ളിൽ ഇതും കൂടെ ഉണ്ടായിരിക്കണം. കൂടെ ലെഷർ ടൈമിൽ കിട്ടുന്ന സമയത്തൊക്കെ അവരും കുഞ്ഞുങ്ങൾക്കും അവർ പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൽ ചിന്തയും കൂടെ ഉണ്ടാവും. എപ്പോഴും യേശുവേ എൻ്റെ കൂടെ ആയിരിക്കണമേ, അല്ലെങ്കിൽ കർത്താവേ എൻ്റെ കൂടെ ആയിരിക്കണമേ എന്ന് പറയാനുള്ള പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുക്കണം, ലഘുവായിട്ടുള്ളത്. അത് പറഞ്ഞ് ശീലിക്കട്ടെ. ചുമ്മാതിരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോഴൊക്കെ, പഠനമൊക്കെ അതുള്ള സമയത്തൊക്കെ നടന്നുകൊള്ളും. ദൈവത്തിൻ്റെ സഹായം എൻ്റെ പ്രവർത്തനങ്ങളിൽ, എൻ്റെ യാത്രയിൽ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്ന് കർത്താവേ അവിടുത്തെ മനസ്സുപോലെ ആയിരിക്കണമേ എൻ്റെ മനസ്സുകളും എൻ്റെ ബോധതലങ്ങളും എൻ്റെ അധരങ്ങളും നാവുകളും എല്ലാം എന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ പറയാൻ പഠിപ്പിക്കണം. നമ്മളും പറയണം. 19-ാം സങ്കീർത്തനത്തിൽ അത് അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, എൻ്റെ ബോധങ്ങൾ, എൻ്റെ വിചാരങ്ങൾ, ഹൃദയ വിചാരങ്ങളും എല്ലാം അവിടുത്തെ മുൻപിലിരിക്കണം, അവിടുത്തെ മുൻപിലായിരിക്കണം
എന്നുള്ള അത് തന്നെ ആ ഒരു വാക്യം ആവർത്തിച്ച് പറഞ്ഞാലും മതി. കുറച്ചുകൂടെ വിശദീകരിച്ച് പറയണം എന്നേ ഉള്ളൂ. എൻ്റെ ഹൃദയ വിചാരങ്ങൾ അവിടുത്തെ മുൻപാകെ ഇരിക്കണം, എൻ്റെ ബോധതലങ്ങളെല്ലാം അവിടുത്തെ പോലെ ആയിരിക്കണം എന്ന് യേശുവിനോട് പറയുക. അത് നമ്മൾ പറഞ്ഞ് ശീലിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു നോയമ്പ് നോറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിധത്തിലായിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ നമുക്ക് സാത്താൻ്റെ പ്രലോഭനങ്ങൾ ജയിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവ് അവിടെ 40 ദിവസം ദൈവത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. നമ്മളെപ്പോലെ ആഹാരത്തിനും ഒന്നുള്ള സൗകര്യമൊന്നും അല്ലാതൊന്നും അവിടുന്ന് കാക്ഷിച്ചില്ല, ആഗ്രഹിച്ചില്ല. അതിലൂടെ ഇരുന്ന് എല്ലാം വെടിഞ്ഞ് അവിടെ ഇരുന്ന് ദൈവത്തോട് പിതാവിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്. നമ്മളത് ധ്യാനിച്ച് നോക്കുക. ഒരു ദിവസം നമ്മൾ ആഹാരവും വെള്ളവും ഇല്ലാതിരിക്കുക, വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല, ചിലർക്ക് വെള്ളം കുടിക്കാതെ ഇരുന്നിരിക്കാൻ സാധിക്കും, അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക്. അങ്ങനെ മനസ്സങ്ങനെ ദൈവത്തോടു കൂടി തന്നെയായിരുന്നു. ആ ശക്തി നമ്മൾക്കപ്പോൾ കിട്ടുന്നില്ലേ? ഒരു ശക്തി കൊണ്ട് അനുഭവിച്ചവർക്കറിയാം, ആ ഒരു ശക്തി നമുക്ക് ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ നമുക്കത് ഉണ്ടാകും. അതുപോലെയാണ് ഈ 40 ദിവസം നമുക്കിത് വേണം, നമുക്കിത് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നത്. അല്ലാത്തവർക്ക് സാധ്യമില്ല. പ്രലോഭകനെ ജയിക്കാൻ നമ്മൾക്ക് അല്ലാത്തവർക്ക് സാധ്യം അല്ല. നമ്മുടെ നോമ്പിലെ ഒരു പ്രാർത്ഥനയുണ്ട് ഉണ്ടല്ലോ, ഞാനത് ഒന്ന് പറയുകയാണ്. നോമ്പ് പറയുകയാണ്, കർത്താവ് നോമ്പ് നമ്മുടെ ഞങ്ങളുടെ വായുകൾക്ക് കാവലായിരിക്കുകയും വ്യർത്ഥ ഭാഷണങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പരിശുദ്ധങ്ങളായ പ്രാർത്ഥനകൾ അത് പുറപ്പെടുവിക്കുകയും ഞങ്ങളുടെ ശ്രവണങ്ങളെ നിയന്ത്രിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനങ്ങൾ അത് ശ്രവിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പറയുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന. എന്നിട്ട് അത് ഞാൻ ആ പുസ്തകത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുമാറാകണമേ, പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനങ്ങൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യുമാറാകണമേ. വിശ്വാസ ദൃഢതയോടുകൂടിയുള്ള സുഹൃത ജീവിതത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ ആണ് പ്രാർത്ഥന. എന്ത് നല്ല പ്രാർത്ഥനയാണല്ലേ നമ്മളീ പറഞ്ഞത് തന്നെ. അപ്പോൾ ഈ നോമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ വായുകൾക്ക് കാവലായിരിക്കണം. നമ്മുടെ വായാണ് പ്രധാനമായിട്ട് നമ്മൾക്ക് പ്രലോഭനം വരുന്നത്, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നത്. അതിന് നോമ്പ് കാവലായിരിക്കുകയും അതിന് പൂട്ടിടുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഫലമില്ല. അത് അർത്ഥവത്തായില്ലെന്നർത്ഥം. അതിൻ്റെ ഏതാണ്ട് തകരാറ് നമ്മുടെ നോമ്പിലുണ്ട്, പ്രാർത്ഥനകളിൽ ധ്യാനത്തിലും ഉണ്ടെന്നർത്ഥം. വായുകൾക്ക് കാവലായിരിക്കുകയും വ്യർത്ഥഭാഷണത്തിൽ നിന്ന് പിന്തിരിയും. അപ്പോഴേ പിന്തിരിയാൻ സാധിക്കും. എന്നിട്ട് എന്തുവാണ് ചെയ്യേണ്ടത്? പരിശുദ്ധങ്ങളായ പ്രാർത്ഥനകൾ അത് പുറപ്പെടുവിക്കണം നമ്മുടെ അധരങ്ങളിൽ നിന്ന്. ഞാനിപ്പോഴും പറഞ്ഞ പോലെ ചെറിയ സുഹൃദൈവങ്ങൾ, ചെറിയ പ്രാർത്ഥനകൾ. യേശുവേ എൻ്റെ കൂടെ ആയിരിക്കണമേ, എൻ്റെ അധരങ്ങളെ നിയന്ത്രിക്കണേ, എൻ്റെ ബോധതലങ്ങളെ അവിടുത്തെ ബോധതലം പോലെ ആക്കണമേ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തോ നിസാർ ഏതാണ്ട് വലിയ കാര്യം വന്നു. അത് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറയാം കൂടെ. കാരണം ഇന്ന് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർ, ജോലിയൊക്കെ ഉള്ളവർക്ക് നോയമ്പ് നോക്കാം. ഈ പ്രാർത്ഥന ഇതുപോലുള്ള പ്രാർത്ഥനകൾ മതി. അപ്പോൾ ഇത് വ്യർത്ഥഭാഷങ്ങളിൽ പിന്തിരിഞ്ഞ് പരിശുദ്ധങ്ങളായ പ്രാർത്ഥനകൾ അത് പുറപ്പെടുവിക്കണം നമ്മുടെ വായിൽ നിന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ബോധതലങ്ങളിൽ നിന്ന്. ഇല്ലെങ്കിൽ ആ നോയമ്പിന് ഏതാണ്ട് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ശ്രവണങ്ങളെ കാത്, നമ്മൾ കൂടുതലും പാപം ചെയ്ത് അങ്ങാണ് നാവ്, കാത്, കണ്ണ്, കാത്, പിന്നെ നാവുകൾ. ഇപ്പോൾ ഇത് മൂന്നും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഈ വിശുദ്ധിയിലേക്ക്. അപ്പോൾ ഈ ചെവിയിൽ നിന്ന് എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു, വേണ്ടാത്തതെല്ലാം അത് കേട്ട് നമ്മളും കൂടെ കൂടുതൽ അതിനകത്ത് ആക്റ്റീവ് ആകും പലപ്പോഴും, പലതിലും വേണ്ട. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനങ്ങൾ, ഇവിടെ പറയുന്ന കീർത്തനങ്ങൾ അത് ശ്രവിക്കണമെന്നാണ് നമ്മുടെ കാതുകൾ. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. നോയമ്പുകാർ ഞാൻ കത്തോലിക്ക സഭയിലാണ്, മലങ്കര കത്തോലിക്കരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രാർത്ഥനകളിലുള്ളതാണ്, മറ്റുള്ളവർക്കും എല്ലാവർക്കും കാണും. അപ്പം ആ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് എന്തുവാ ഫലമുണ്ടോ? അത് ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ പ്രാർത്ഥന അത് അർത്ഥവത്തായാണ്, അർത്ഥസമ്പുഷ്ടമാണ്, ഏറ്റവും കാതലായതാണ്. ഈ നോമ്പിൻ്റെ ക്രിസ്തീയ ദർശനത്തിലെ കാതലായ പ്രാർത്ഥനയാണത്. അപ്പോൾ അത്
നമ്മുടെ ശ്രവണങ്ങൾ അപ്പോൾ മറ്റുള്ളതൊന്നും കേൾക്കാതെ നമ്മുടെ ശ്രവണങ്ങൾ, നമ്മുടെ കാതുകൾ അടഞ്ഞിരുന്നും കൊണ്ട് എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ കീർത്തനങ്ങൾ മാത്രം കേൾക്കത്തക്കതാകണം. അത് സാധ്യമായില്ലെങ്കിൽ നമ്മുടെ നോയമ്പ് കൊണ്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കണം. ഇതാണ് അറിയേണ്ടുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞു കൊടുക്കുന്ന നോയമ്പ് കാലത്തുള്ള ധ്യാനത്തിലൊക്കെ. അല്ലാതെ ഞാൻ കഥയും പറഞ്ഞുകൊണ്ട് എനിക്കും അറിയാം, ഒരുപാട് കഥകൾ പറയാനുണ്ട്, ധാരാളം കഥകൾ മറ്റു മതഗ്രന്ഥങ്ങളിലെ പുരാണങ്ങളിലും ഒക്കെയുള്ള കഥകളും നമ്മുടെ കഥകളുമൊക്കെ. ആ കഥകളല്ല ഇവിടെ ആവശ്യം. ഇതാണ്, ഇതെന്തുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു, അതെങ്ങനെയാണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്, അത് നമ്മളുടെ അനുരണനങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. അത് പറഞ്ഞു കൊടുക്കണം ചെയ്യുന്നവർ. അതാണ് ശുശ്രൂഷകർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിന് ഞാൻ പറയുന്നത്, അത് ഓരോ ദിവസവും കഴിയുമെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾക്കൊരു ആത്മശോധന ഉണ്ടായിരിക്കണം. കർത്താവേ, ഇന്ന് എൻ്റെ ഈ നോയമ്പിൽ, ഈ പ്രവർത്തനങ്ങളിൽ എൻ്റെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികളിൽ എന്താണ് ദൈവഹിതത്തിനല്ലാത്ത, ഈ നോയമ്പിനെ നിരക്കാത്തത് വന്നു പോയിട്ടുള്ളത് വല്ലതും ഉണ്ടോ എന്ന് ആ നിമിഷം, രാവിലെ എണീറ്റ് ആ നിമിഷം മുതൽ ഇങ്ങോട്ട് കിടക്കാൻ പോകുന്ന ഈ അവസരം വരെയുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ലഘുവായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 7 അല്ലെങ്കിൽ പോട്ടെ 10 മിനിറ്റ് എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ചിന്തിച്ചാൽ കിട്ടത്തില്ലേ? അത് പറ്റും. അപ്പോൾ അത് തിരുത്താൻ അടുത്ത ദിവസം എനിക്ക് ശക്തി തരണേ കർത്താവേ, എന്നെ ശക്തനാക്കണമേ. അവിടെ നിന്ന് സാത്താനെ ജയിച്ചല്ലോ ആ നോമ്പിൽ, അതുപോലെ എനിക്കും ജയിക്കാൻ കഴിയണമേ ആ തെറ്റുകളിൽ നിന്ന് എന്നൊന്ന് പ്രാർത്ഥിക്കുന്നതിന് കണ്ട് വലിയ കാര്യമുണ്ട്. അങ്ങനെ ഒരു ആത്മശോധന വേണം. ഒരു ദിവസം അത് ചില ഒരു ദിവസം പറ്റിയില്ല കാര്യങ്ങളൊക്കെ, പക്ഷേ കർത്താവിൻ്റെ ഈ വചനങ്ങളിൽ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മൾ പറയല്ലോ, ഓരോ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ടും ഓരോ വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക്, ആ ചിന്തയിൽ രൂഢമൂലമായവർക്ക് ക്ഷീണമുണ്ടാകത്തില്ല. ആ ആത്മശോധന ചെയ്യാനുമൊക്കെ ഉള്ള പ്രാപ്തിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഇല്ലെങ്കിൽ, ഒരു പക്ഷേ വന്നില്ലെങ്കിൽ, അവശതയിലുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശനിയാഴ്ച രാത്രിയിലെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കണം. ശനിയാഴ്ച രാത്രിയിലെങ്കിലും. നമ്മൾ അടുത്ത ദിവസം ശനിയാഴ്ച വൈകിട്ടോടുകൂടി അടുത്ത ദിവസം ആരംഭിക്കുകയാണ് സുറിയാനി പാരമ്പര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ സാത്താനോട് അങ്ങനെ പറയാൻ പറ്റിയത്? സാത്താനായ പ്രലോഭനം അവസാനിപ്പിച്ചു. പ്രിയമുള്ളവരെ, എല്ലാം കൂടെ പറഞ്ഞ് ഞാൻ സമയം നീട്ടുന്നില്ല, കാരണം നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. 1 മണിക്കൂറൊക്കെ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു ധ്യാന വേദിയിലായിരുന്നെങ്കിൽ 1-1.5 മണിക്കൂർ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൂടുതലായിട്ട് ബോധ്യപ്പെടുത്താമായിരുന്നു. അപ്പോൾ അതിനൊന്നും സാധിക്കത്തില്ല നമ്മളിതിലാകുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഉപസംഹരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നോമ്പുകളും കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സ്വീകാര്യമായ പരിമളമുള്ള ആ ധൂപമാം പോലെ ആ ദൈവത്തിന് മുൻപാകെ നമ്മുടെ നോമ്പ് അവിടെ എത്തട്ടെ. അത് സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരട്ടെ. അല്ലെങ്കിൽ അല്ലാത്തത് പരിമളമല്ല, ദുർഗന്ധമായിരിക്കും വരുന്ന പരിമളത്തിന് പകരം ദൈവത്തിന് മുൻപിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, അത് പറ്റുകയില്ല. അത് സ്വീകരിക്കാൻ വേറെ ആളെ അപ്പുറത്ത് വരും. നമ്മളെ പുണരുന്നത് അയാളായിരിക്കും, ദൈവാത്മാവായിരിക്കത്തില്ല. ദൈവാത്മാവ് നമ്മളെ പുണരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇനിയും ഒരു കാര്യം കൂടെ, നോയമ്പ് ഞാൻ പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം പറയാം. നമ്മൾ നോമ്പ് നോക്കുന്നത് ഞാൻ പറഞ്ഞു, മറ്റുള്ളവർക്കും ഇന്നലെ പറഞ്ഞു, മറ്റുള്ളവർക്കും കൂടെ ആയിരിക്കണമെന്ന്. അതിൻ്റെ ഒരു വിശദീകരണം കൂടെ കുറച്ചുകൂടെ പറയാം. അപ്പം അവർക്കും കൂടെ വേണ്ടി നമ്മൾ, കാരണം ഇതിൽ ശ്രദ്ധയൊന്നും ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് ആത്മീയ കാര്യങ്ങളിൽ. അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. കർത്താവിടെ നോമ്പ് നോക്കിയത് കർത്താവിന് വേണ്ടിയല്ല, മനസ്സിലാക്കണം. ഈ ജനവർഗത്തിന് മുഴുവനും കൂടെ വേണ്ടിയാണ്. അപ്പോൾ ഇതൊന്നും അടുത്ത വീഡിയോയിൽ വിശദീകരിക്കേണ്ടതായിട്ട് വരരുതല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പറഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി ധ്യാനിക്കാം. ഇനി കേട്ടവർ ഇതിനെപ്പറ്റി ധ്യാനിക്കുക. കൂടുതലും ധ്യാനിക്കുകയും ബൈബിളിൽ
ഓരോ ഭാഗങ്ങൾ കർത്താവിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഓരോ ഭാഗങ്ങൾ അതുകൊണ്ട് ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഈ 4, 5-ാം അധ്യായം, 6-ാം അധ്യായങ്ങൾ ഇതൊക്കെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനങ്ങൾ അതിൽ 2, 3, 4 അധ്യായങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം കൂടുതൽ വായിക്കാം. പലതവണ വായിക്കുന്നതുകൊണ്ട് കൂടുതലത് ഹൃദയത്തിൽ നമുക്ക് അത് ഒരു ഡിപ്പോസിറ്റായിട്ട് കാണും. നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ആവശ്യത്തിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥനയോടുകൂടി നിർത്താം. മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നോയമ്പ് നോക്കുന്നത് ഞാൻ പറഞ്ഞ ഇങ്ങനെ ബന്ധമില്ലാത്തവർക്ക് കൂടെ വേണ്ടിയായിരിക്കണം നമ്മുടെ നോക്ക്. അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയായി പോകും. നമുക്ക് വേണ്ടി മാത്രമല്ല, കർത്താവ് ചെയ്ത പോലെ മനുഷ്യവർഗത്തിന് മുഴുവനും വേണ്ടിയാണ്. അതുപോലെ നമുക്കും എല്ലാവർക്കും കൂടെ വേണ്ടി നമുക്ക് നോമ്പ് നോക്കണം. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. സ്തോത്രം കർത്താവേ, അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവേ. പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമീൻ.